ഡൽഹിയിലെ തെരുവുകളിൽ കണ്ണീർവാതകത്തിന്റെ പുകപടലങ്ങൾക്കിടയിലൂടെ ലാത്തിചാർജിന്റെ മുറിവുകളുമായി ഒരു തലമുറ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പരിചയമില്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ഈ പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയപ്പോൾ മുതൽ അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷമായപ്പോൾ മുതൽ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാരെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിക്കാനല്ല, എവിടെയെങ്കിലും പോയി കീജയി വിളിക്കാനുമല്ല, യേശുവിന് വേണ്ടി ഇതുപോലെയൊന്ന് ആർപ്പിടാൻ അല്ലെങ്കിൽ ഇതുപോലെയൊന്ന് ശബ്ദമുയർത്താൻ കുറച്ച് ആൾക്കാരെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായി കൊതിച്ചുപോയി. ഞാൻ മാത്രമല്ല കേട്ടോ, അനേകരെ ഞാൻ കണ്ടു ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഞാൻ കണ്ടു. खुदावन यीशु मसीह हमारे सभी जवानों को, भारत के सभी जवानों को इस्तेमाल करने जा रहा है और सचमुच कुछ अद्भुत होने जा रहा है. एक बड़ी बेदारी आने वाली है, इसलिए परमेश्वर हमारे जवानों को इकट्ठा कर रहा है और उनको इस्तेमाल करने जा रहा है. कैसे इस्तेमाल करेगा? जैसे पहले की सदी में हमारे यीशु मसीह ने जो चेलों को भेजा था दुनिया में पूरा तहलका मचाने के लिए, वैसा परमेश्वर कुछ करने जा रहा है. ഏതോ ഒരു കോണിൽ നിന്നുകൊണ്ട് ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തി യുവതലമുറകളെ നോക്കി വിളിച്ചു പാറ്റകളെന്നും. മറ്റൊരു കോണിൽ നിന്നുകൊണ്ട് ഒരു യുവാവ് ആ ശബ്ദത്തെ, ആ വാക്കിനെ അതുപോലെ തന്നെ ഏറ്റെടുത്തു. ഞങ്ങൾ പാറ്റകളാകാൻ കാരണം നിങ്ങൾ മാത്രമാണ്, നിങ്ങളെപ്പോലെ ചിലരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ശബ്ദമുയർത്തി. അനേകം പാറ്റകൾ അനേകം കോണിൽ നിന്നുകൊണ്ട് ആ ശബ്ദത്തെ, ആശയത്തെ ഏറ്റെടുത്തു. അങ്ങനെയാണ് CJP എന്ന പാർട്ടി രൂപം കൊണ്ടത്. അവരുടെ ആശയങ്ങൾ അവർക്ക് നല്ല വ്യക്തമായിരുന്നു. അവർ ചെയ്യാൻ പോകുന്നതെന്ന് ഐക്യതയോടെ അവർ കൂടി ആലോചിച്ചു. ഇന്ന് അതിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി അവർ ജന്തർ മന്തറിൽ എത്തി നിൽക്കുന്നു. ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ട്, സകലരുടെയും പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ അടിയേറ്റുവാങ്ങി ലാത്തിയെ ഭയപ്പെടാതെ, പോലീസിനെ ഭയപ്പെടാതെ അവരുടെ ആശയങ്ങൾ അതിഗംഭീരമായി അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ നോക്കിയപ്പോൾ ഒരു കൂട്ടം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തലമുറകൾ നാളത്തെ ഭാവിയെന്ന് മനസ്സിലാക്കി അനേകർ അവരോട് വന്നു ചേർന്നു. അനേകം മാതാപിതാക്കൾ, അനേകം രാഷ്ട്രീയക്കാർ, അനേകം നേതാക്കന്മാർ, അനേകം കലാകാരന്മാർ, അങ്ങനെ അറിയപ്പെടുന്ന അനേകം വ്യക്തികൾ തലമുറകളെ തനിച്ചു വിടാതെ കൊണ്ട് അവരോട് വന്നു ചേർന്നു. വലിയൊരു കോലാഹലം അവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അവരോടൊപ്പം തന്നെയാണ് എൻ്റെ ആശയവും എൻ്റെ മനസ്സും. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. ഇതേ ഒരു കൂട്ടം ജനത്തെ ഇതേ ആവശ്യത്തോടെ, ഇതേ ഉത്സാഹത്തോടെ, ഇതേ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഇതേ ഐക്യമത്യത്തോടെ ദൈവത്തിന് വേണ്ടി ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായി കൊതിച്ചുപോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒന്നാമത് പ്രാകൃതം, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അങ്ങനെയെങ്കിൽ എവിടെയൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ എനിക്കുമുണ്ട്. പാസ്റ്റർമാരെ എതിർക്കാനല്ല, സഭകളെ തള്ളി തകർക്കാനല്ല, യേശുവിന് വേണ്ടി കീജി വിളിക്കാനുമല്ല, ദൈവവചനത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞ സത്യം, ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ, ആ വിശുദ്ധിക്ക് വേണ്ടി, ആ വേർപാടിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ, ദാവീദിനെ പോലെ ലജ്ജയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന, ദാവീദിനെ പോലെ അഭിഷേകം പ്രാപിച്ച, ശിംശോനെ പോലെ ദൈവശക്തിയെ ചുമക്കുന്ന, ഹന്നായെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, രൂത്തിനെ പോലെ പറ്റി നിൽക്കുന്ന, കാലേബിനെ പോലെ, യോശുവെ പോലെ യുദ്ധവീരന്മാരെ, ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയി. യാതൊരു സ്വാർത്ഥതയുമില്ലാത്ത, പദവിക്ക് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കസേരയ്ക്ക് വേണ്ടി യാതൊരു അടിപിടി കൂടാത്ത, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ചുമക്കുന്ന, ഐക്യമത്യമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നു. നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി അതിൻ്റെ മൂല്യം സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വില മനസ്സിലാക്കി അതിനുവേണ്ടി സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ സൗന്ദര്യമണിഞ്ഞ, പരിശുദ്ധാത്മാവിൻ്റെ ഭംഗിയെ ചുമക്കുന്ന, അതിൻ്റെ പ്രവൃത്തിയെ ചുമക്കുന്ന, അതിൻ്റെ ഐക്യത ചുമക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആദർശങ്ങളെ ചുമക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദത്തെ ചുമക്കുന്ന, അനുസരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ ഭയങ്കരമായി മോഹിച്ചു പോകുന്നു. അത് ഈ CJP പെന്തക്കോസ്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. CJP എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തിൽ അത് കോക്രോച്ച് ജനതാ പാർട്ടി അല്ല കേട്ടോ, കോൺസിക്രേറ്റഡ് ജനതാ പാർട്ടി. അത് ദൈവത്തിന് വേണ്ടി വിശുദ്ധമാക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം യുവ തലമുറകൾ ദൈവത്തിന് വേണ്ടി ഒന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശുദ്ധ ജലം തളിച്ച് ഞാൻ അവരെ നിർമ്മലീകരിക്കും. അതെ, നിർമ്മലമാക്കുന്ന ദൈവത്തിൻ്റെ ജലം തളിക്കപ്പെട്ട ഒരു കൂട്ടം യുവാക്കൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം യുവാക്കൾ, ദൈവത്തിൻ്റെ ബോധ്യമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ഐക്യമത്യമുള്ള ഒരു കൂട്ടം യുവാക്കളെ ഞാൻ ഭയങ്കരമായി മോഹിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വീണ്ടും പ്രത്യാശയ്ക്ക് വകയുണ്ട് കേട്ടോ. വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ആ ജഡത്തിൻ്റെ കൂട്ടത്തിൽ യുവാക്കന്മാരുണ്ട്, യുവതികളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതെ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു കാലത്തിന് വേണ്ടി ഞാൻ ഭയങ്കരമായി കൊതിച്ചു പോകുന്നു. ഈ CJP പോലെ ഒരു CJP നമുക്കും കിട്ടിയിരുന്നെങ്കിൽ, ആ പെന്തക്കോസിൻ്റെ ആ ഭംഗിയെ ചുമക്കുവാൻ, അതിൻ്റെ പണ്ടുണ്ടായിരുന്ന ആ വിശുദ്ധിയെ ചുമക്കുവാൻ, അതിൻ്റെ ആ മൂല്യത്തെ ചുമക്കുവാൻ ഒരു കൂട്ടം യുവജനങ്ങളെ എനിക്ക് ദൈവം തന്നിരുന്നുവെങ്കിൽ ഞാൻ ഭയങ്കരമായി കൊതിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് വായിക്കുവാനിടയായി തീർന്നു. വെസ്ലി ജോസഫ് എന്ന് പറയുന്ന ഒരു മാന്യ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ഒരു പോസ്റ്റ്.
ഇന്നലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. അവർ വിശ്വസിച്ച ആശയത്തിനു വേണ്ടി സമയം ചെലവഴിച്ചു, വെല്ലുവിളി ഏറ്റെടുത്തു, ശബ്ദമുയർത്തി. ലോകത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി ഇത്രയും ആവേശത്തോടെ മുന്നിട്ടിറങ്ങുന്ന തലമുറയുടെ നടുവിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി ശബ്ദമുയർത്തുവാൻ നമ്മുടെ യുവാക്കൾ എവിടെ എന്നതായിരുന്നു ആ ചോദ്യം. അല്ല, എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന, എന്നെപ്പോലെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് കണ്ടു മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്നത്തെ നേതാക്കന്മാരും ഇന്നത്തെ വടംവലിയും ഇന്നത്തെ ആ സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും എല്ലാം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായി കൊതിക്കുന്നു. CJP-യുടെ അതേ ആവേശത്തോടെ ഒരു കൂട്ടം യുവാക്കൾ എത്ര കരഞ്ഞിട്ടും എത്ര നിലവിളിച്ചിട്ടും എത്ര നിർവാതകം തുറന്നു വിട്ടിട്ടും എത്ര പട്ടാളത്തെ ഇറക്കിയിട്ടും മടങ്ങിപ്പോകാത്ത ഒരു കൂട്ടം യുവാക്കൾ, ലക്ഷ്യബോധത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, രക്തം ചൊരിഞ്ഞിട്ടും ക്ഷീണിച്ചു പോകാത്ത യുവാക്കൾ, ഇങ്ങനെ ഒരു കൂട്ടത്തെ നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അതെ CJP, കോൺസിക്രേറ്റഡ് ജനതാ പാർട്ടി. ഒന്നാമത് പ്രാകൃതം, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. നമുക്കും പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം ഇങ്ങനെ ഒരു CJP-ക്ക് വേണ്ടി. ध्यान से सुनो जेंजी, अब तू घर जा 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 जा, अगले संडे आ आ आ आ आ, कहीं और मत जाना, पब नहीं जाना, क्लब नहीं जाना. Guys, promise me one thing. You will not go to any place where your heavenly Father doesn't want you to go. Any place that will try to distort who you are. I can do.